Hello, good morning. In the mornings, we are doing an important section from grammar. It is nothing but tense. Tense is, of course, the backbone of English grammar. Without an awareness of tense, without having a knowledge in tense, we cannot do passive voice or reported speech. So that is the importance of tense. You might have heard of parts of speech. Parts of speech എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ മോഡേൺ ഗ്രാമറിൽ അതിൻ്റെ പേര് ഫോം ക്ലാസ് വേർഡെന്നും ഫംഗ്ഷൻ ക്ലാസ് വേർഡെന്നും ഒക്കെയാണ്. പണ്ടത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു. പാർട്സ് ഓഫ് സ്പീച്ച് ആർ 18 നമ്പർ. ദേ ആർ നൗൺ, പ്രൊനൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ആൻഡ് എമംഗ് ദീസ് പാർട്സ് ഓഫ് സ്പീച്ച് ഓൺലി വെർബ് ഹാസ് എ ടെൻസ്. വാട്ട് വെർബ് ഈസ്? വെർബ് എന്താണെന്ന് അറിയാമല്ലോ. വെർബ് ഷോസ് ആൻ ആക്ഷൻ, വെർബ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് വെർബ് എന്ന് പറയുന്നത് അല്ലേ? അതറിയാമല്ലോ. ഇതിൽ ഈ പാർട്സ് ഓഫ് സ്പീച്ച്, 8 പാർട്സ് ഓഫ് സ്പീച്ചിൽ വെർബിന് മാത്രമേ ടെൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറുള്ളൂ, ഈ ഒരു കാര്യമുള്ളൂ. എമംഗ് ദി പാർട്സ് ഓഫ് സ്പീച്ച് ഓൺലി വെർബ് ഹാസ് ടെൻസ്. വാട്ട് ഡസ് ടെൻസ്? ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടെൻസ് ഷോസ് ദി ടൈം ഓഫ് ആൻ ആക്ഷൻ. ടെൻസ് റെഫേഴ്സ് ടു ദി ടൈം ഓഫ് ആൻ ആക്ഷൻ. ഇറ്റ് ഷോസ് വെൻ ദി ആക്ഷൻ ഹാപ്പൻ, വെൻ ദി ആക്ഷൻ ഈസ് ഹാപ്പൻ, ഓർ വെൻ വിൽ ദി ആക്ഷൻ ബി ഹാപ്പനിങ്. ഈ പ്രവൃത്തി എപ്പോഴും നടന്നു, ഇപ്പോൾ എപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും നടക്കുമെന്നുള്ള കാര്യങ്ങളാണ് ടെൻസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിൽ കാലം എന്ന് പറയുന്നത്. ടെൻസ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 3. അറിയാമല്ലോ എല്ലാവർക്കും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ടെൻസ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 3. ദേ ആർ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. വർത്തമാനകാലം എന്ന് മലയാളത്തിൽ പറയും. പ്രസൻറ്റ് ടെൻസിനെ, പാസ്റ്റ് ടെൻസിനെ ഭൂതകാലം എന്ന് പറയുന്നു. ഫ്യൂച്ചർ ടെൻസിന് നമ്മൾ ഭാവി കാലം എന്നും പറയുന്നു. ഇതിൽ നമുക്കിപ്പോൾ വി ക്യാൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് പ്രസൻറ്റ് ടെൻസ്. വി ആർ ഗോയിങ് സ്ട്രേറ്റ് ടു പ്രസൻറ്റ് ടെൻസ്. നമുക്കിതിൽ പ്രസൻറ്റ് ടെൻസിലേക്ക് പോകാം. പ്രസൻറ്റ് ടെൻസ് ഹാസ് 4 സബ് ഡിവിഷൻസ്. പ്രസൻറ്റ് ടെൻസിന് 4 സബ് ഡിവിഷൻസ് ഉണ്ട്. അതുപോലെ പാസ്റ്റ് ടെൻസിനുണ്ട് 4 സബ് ഡിവിഷൻസ്. ഫ്യൂച്ചർ ടെൻസിന് 4 ചിലർ പറയുമെങ്കിലും പ്രധാനമായിട്ട് 3 ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് 4+4+3 = 11 ടെൻസസ് നമുക്ക് പഠിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ അതിൽ ലെറ്റ് us see the subdivisions of present tense. Which are the subdivisions of present tense? Present tenseൻ്റെ ഉപവിഭാഗങ്ങൾ, അതിൻ്റെ പിരിവുകൾ, അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? Number 1, simple present. It has another name, present indefinite. And present continuous. It has another name, present progressive. Present perfect, present perfect continuous tense. Simple present, present continuous, present perfect, present perfect continuous tense. Present perfect continuous, present perfect, present continuous, simple present tense. These are the 4 types of tenses in present tense. We are going straight to the first subdivision, that is simple present tense or present indefinite. നമ്മൾ ആദ്യം ഒരു ടെൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഫോമാറ്റ്, അതിൻ്റെ ആ പാറ്റേൺ, അതിൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. അതിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഏത് ടെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഫോർമേഷൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമേഷൻ, ഹൗ ഈസ് ദി ഫോർമേഷൻ ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? നമ്മുടെ പ്രസൻറ്റ് ടെൻസിലെ ആദ്യത്തെ സബ്ഡിവിഷനായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ആദ്യം നമുക്കറിയാം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദി ഡൂവർ, വൺ ഹൂ ഈസ് ദി തിങ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ഷൻ. പ്രവൃത്തി ചെയ്യുന്നയാൾ, മലയാളത്തിൽ കർത്താവ് എന്ന് പറയുന്നു, അതാണ് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം സബ്ജക്റ്റ് പറയണം. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെർബ് വരണം. സബ്ജക്റ്റ് പ്ലസ് വെർബ്, S+V. ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫോർമുല ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ S+V. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ വെർബ് വരണം. S+V അത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ വെർബ് വരുന്നെങ്കിലും there are some conditions to be satisfied. We have to satisfy some conditions in the agreement between subject and the verb. ഈ സബ്ജക്റ്റും വെർബോട് യോജിച്ച് വരാനായിട്ട് ചില വ്യവസ്ഥകൾ, ചില നിബന്ധനകളുണ്ട്. അത് മനസ്സിലാക്കണം. There are 3 conditions. Condition number 1, if the subject is in singular, the verb also must be in singular. Condition number 2, if the subject is in plural, the verb also should be in plural. And the subject is the first person singular I, plural verb is used. That is something which sounds quite strange. അപ്പോൾ ഇത് അവസാനം പറഞ്ഞ കാര്യമുള്ള ഇത്തിരി വിചിത്രമായിട്ട് തോന്നുന്നത്. So these are the 3 conditions which we have to satisfy in simple present tense. Which are the 3 conditions? They are, if the subject is in singular, കർത്താവ് ഏകവചനത്തിലാണെങ്കിൽ,
ദി വെർബ് ഓൾസോ മസ്റ്റ് ബി ഇൻ സിംഗുലർ. ക്രിയയും ഏകവചനത്തിലായിരിക്കണം. ഇഫ് ദി സബ്ജക്റ്റ് ഈസ് ഇൻ പ്ലൂറൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, കർത്താവ് പ്ലൂറൽ ബഹുവചനമാണെങ്കിൽ, ദി വെർബ് ഓൾസോ ഷുഡ് ബി ഇൻ പ്ലൂറൽ, വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇഫ് ദി സബ്ജക്റ്റ് ഈസ് ഐ, പ്ലൂറൽ വെർബ് ഈസ് യൂസ്ഡ്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ, ഐ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ, ഞാൻ ഒരാളെ ഉള്ളൂ, സിംഗുലറാണ്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലറാണ്, എങ്കിൽ പോലും പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ദീസ് ആർ ദി കണ്ടീഷൻസ് വിച്ച് വി ഹാവ് ടു സാറ്റിസ്ഫൈ ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ പ്ലൂറൽ വെർബും സിംഗുലർ വെർബും കണ്ടുപിടിക്കുന്നത്? നൗണിൻ്റെ കാര്യത്തിൽ ഇൻ ദി കേസ് ഓഫ് നൗൺ ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി. നൗൺ സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് കണ്ടുപിടിക്കാൻ കാര്യം പ്രയാസമില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഗോപാൽ എന്ന് പറഞ്ഞാൽ അത് സിംഗുലറാണ്, ഗോപാലകൃഷ്ണൻ സിംഗുലറാണ്. പക്ഷേ ഗോപാൽ ആൻഡ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരായി, അത് പ്ലൂറലാണ്. ഹി എന്ന് പറയുന്നത് സിംഗുലറാണ്, ഷീ എന്ന് പറയുന്നത് സിംഗുലറാണ്, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലറാണ്, ദേ എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും ഒക്കെ പ്ലൂറലാണ്. സോ ദർ ഈസ് നോ ഡിഫിക്കൽറ്റി ഇൻ ദി കേസ് ഓഫ് ദി നൗൺസ് or the subject. Actually we have no difficulty in finding out whether the subject is in singular or in plural. Subject singular ആണോ plural ആണോ എന്ന് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസമില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ദി വെർബ് വി മേ ഫീൽ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിഫിക്കൽറ്റി. പക്ഷേ വെർബിൻ്റെ കാര്യത്തിൽ അല്പം പ്രയാസം നമ്മൾ അനുഭവപ്പെടും, അതൊക്കെ കാര്യമില്ല. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വെർബ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ, വെർബ് ഇൻഡിക്കേറ്റ്സ് ആൻ ആക്ഷൻ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണല്ലോ. അപ്പം നടക്കുക എന്നുള്ളതിന് വോക്കാണല്ലോ, പോവുക എന്നുള്ളതിന് ഗോയാണല്ലോ, പഠിക്കുക എന്നുള്ളത് സ്റ്റഡി ആണല്ലോ, ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പാണല്ലോ, ഭക്ഷിക്കുക എന്നുള്ളതിന് ഈറ്റ് ആണല്ലോ. ഈ വെർബുകളെ നോക്കി ഞാനിപ്പോൾ പറഞ്ഞ ഈ വെർബുകൾ അതത് വെർബുകളുടെ ഏറ്റവും ചെറിയ ഏറ്റവും താഴ്ന്ന രൂപങ്ങളാണ്. ദീസ് ആർ ദി ഫണ്ടമെൻ്റൽ ഓർ ദി ബേസിക് ഓർ ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദി വെർബ്സ്. ഇപ്പം ഞാൻ പറഞ്ഞ ഓരോ വെർബുകളും അതത് വെർബുകളുടെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ അടിസ്ഥാന രൂപങ്ങളാണ്. ദി ഫണ്ടമെൻ്റൽ ഓർ ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ വെർബ് ഈസ് കോൾഡ്, ദി ഫണ്ടമെൻ്റൽ ഓർ ദി ബേസിക് ഓർ ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ വെർബ് ഈസ് കോൾഡ് റൂട്ട് ഓഫ് ദി വെർബ്, ഓർ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ഇൻ ദി എബ്രിവേറ്റഡ് ഫോം വി ക്യാൻ കോൾ വെർബ് റൂട്ട്. ഒരു വെർബിൻ്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന അടിസ്ഥാന രൂപത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർബ് റൂട്ട്. മലയാളത്തിൽ ക്രിയാധാതു, വെർബ് റൂട്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം ഗോ ആയാലും വോക്ക് ആയാലും സ്റ്റഡി ആയാലും സ്ലീപ്പ് ആയാലും ഈറ്റ് ആയാലും ഒക്കെ അതത് വെർബുകളുടെ ഏറ്റവും ചെറിയ രൂപങ്ങളാണ്. അതിലെ വീണ്ടും ചെറുതാക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് അതിനെ പാർട്ടിസിപ്പിളാക്കിയോ പാസ്റ്റൻസ് ആക്കിയോ ഒക്കെ വലുതാക്കാനേ പറ്റത്തുള്ളൂ, വീണ്ടും ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതത് വെർബുകളുടെ ഏറ്റവും ചെറിയ രൂപങ്ങളായതുകൊണ്ട് അതെല്ലാം വെർബ് റൂട്ട്സാണ്, ക്രിയാധാതുക്കളാണ്. ഇനി ഒരു സുപ്രധാനമായൊരു കാര്യം, ഓൾ വെർബ് റൂട്ട്സ് ആർ ഇൻ പ്ലൂറൽ. ഓൾ വെർബ് റൂട്ട്സ് ആർ ഇൻ പ്ലൂറൽ. എല്ലാ ക്രിയാധാതുക്കളും ബഹുവചനത്തിലാണ്. അപ്പോൾ നമുക്ക് ബഹുവചന ക്രിയ കിട്ടിയല്ലോ. നമുക്കൊരു ബഹുവചന ക്രിയ പ്ലൂറൽ വെർബ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ വെർബിൻ്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന അടിസ്ഥാന രൂപം എടുത്താൽ നമുക്ക് ബഹുവചന ക്രിയ കിട്ടിയില്ലേ, പ്ലൂറൽ വെർബ് കിട്ടിയില്ലേ, എളുപ്പമായില്ലേ. വേറെ നമ്മൾ വി ഷുഡ് നോട്ട് ഗോ ഇൻ സെർച്ച് ഓഫ് ഇറ്റ്, നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ദി ബേസിക് ഓർ ദി സിംപ്ലസ്റ്റ് ഓർ ദി ഫണ്ടമെൻ്റൽ ഫോം ഓഫ് എ വെർബ് ഈസ് കോൾഡ് വെർബ് റൂട്ട്. ആ വെർബ് റൂട്ട് തന്നെയാണ് പ്ലൂറൽ. വെർബ് റൂട്ട് ആൻഡ് പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് ആർ വൺ ആൻഡ് ദി സെയിം. സോ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ പ്ലൂറൽ വെർബ് വി നീഡ് ഓൺലി ടേക്ക് ദി വെർബ് റൂട്ട്. നമുക്കൊരു പ്ലൂറൽ വെർബ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെർബ് റൂട്ട് എടുത്താൽ മതി. വെർബ് റൂട്ട് എടുത്താൽ പ്ലൂറൽ ഫോമായി. ഇനി ഈ പ്ലൂറൽ ഫോമിൽ നിന്ന് തന്നെ നമുക്ക് സിംഗുലർ വെർബ് ഉണ്ടാക്കാം. ഈ പ്ലൂറൽ വെർബിനെ വി ക്യാൻ ചേഞ്ച് ഓർ കൺവെർട്ട് ഓർ ട്രാൻസ്ഫോം ദീസ് പ്ലൂറൽ വെർബ്സ് ഇൻ സിംഗുലർ. How is it possible? How is the conversion possible? How is the transformation possible? Simply by adding s or es at the end of the plural verbs, we are getting singular forms of the verbs. We can get the singular forms of the verbs simply by adding s or es at their end. ഈ പ്ലൂറൽ വെർബിൻ്റെ അവസാനം എസ് എന്ന ഒരക്ഷരമോ അല്ലെങ്കിൽ ഇ എസ് എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങളോ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലൂറൽ വെർബ് കിട്ടും. സാധാരണഗതിയിൽ നമുക്ക് ഈ പ്ലൂറൽ വെർബിൻ്റെ അല്ലെങ്കിൽ ക്രിയാധാതുവിൻ്റെ അവസാനം എസ് ചേർത്താൽ എന്ത് കിട്ടും? സിംഗുലർ കിട്ടും. ഇപ്പോൾ വോക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ അവസാനം എസ് ചേർത്താൽ മതി, വോക്സ് എന്ന് പറയുന്ന സിംഗുലർ കിട്ടുന്നു. ലുക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ അവസാനം എസ് ചേർക്കുമ്പോൾ ലുക്സ് എന്ന് കിട്ടുന്നു. റൈറ്റ് എന്ന് പറയുന്ന എഴുതുക എന്നുള്ള റൈറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ അവസാനവും നമ്മൾ എസ് ചേർക്കുമ്പോൾ റൈറ്റ്സ് എന്ന് പറയുന്ന സിംഗുലർ കിട്ടുന്നു. പക്ഷേ ഒരു വെർബ് ഓയിലോ സി എച്ചിലോ എസ് എച്ചിലോ എസ് എസിലോ എക്സിലോ അവസാനിക്കുകയാണെങ്കിലും if a plural verb ends in o, ch, sh, ss or x, we should add es to make it singular. ഒരു പ്ലൂറൽ വെർബ് ഓയിലോ സി എച്ചിലോ എസ് എച്ചിലോ എസ് എസിലോ എക്സിലോ അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ സിംഗുലർ വെർബ് ഉണ്ടാകാനായിട്ട് നമ്മൾ ഇ എസ് ചേർക്കണം. ഗോ എന്ന് പറയുന്ന വെർബ് ഓയിലാണല്ലോ, അതിൻ്റെ സിംഗുലർ വെർബ് എസ് മാത്രം ചേർത്താൽ കിട്ടത്തില്ല, ഇ എസ് ചേർക്കണം, ഗോസ്.
അപ്പോൾ അതേപോലെ പ്ലേ എന്ന് പറയുന്നത് ടീച്ച്, ക്യാച്ച് CHലാണല്ലോ അവസാനിക്കുന്നത്. അതിൻ്റെ സിംഗുലർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ES തന്നെ ചേർത്തേ മതിയാവത്തുള്ളൂ. അതുപോലെ പുഷ്, ബ്രഷ് SHലാണല്ലോ അവസാനിക്കുന്നത്. അതിൻ്റെ സിംഗുലർ ഉണ്ടാക്കാനും ES അവസാനം ചേർത്തേ മതിയാകത്തുള്ളൂ. ഫിക്സ് എന്ന് പറയുന്ന Xൽ അവസാനിക്കുന്നു. അതിൻ്റെ സിംഗുലർ ഉണ്ടാക്കാനും ES ചേർക്കണം. എക്സ്പ്രസ്, പ്രകടിപ്പിക്കുക എന്നുള്ള എക്സ്പ്രസ് SSലാണ് അവസാനിക്കുന്നത്. അതിൻ്റെ സിംഗുലർ ഉണ്ടാക്കാനും നമുക്ക് ES ചേർത്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഒരു പ്ലൂറൽ വെർബ് Oയിലോ CHലോ SHലോ SSലോ Xലോ അവസാനിക്കുന്നുവെങ്കിൽ അതിൻ്റെ സിംഗുലർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവസാനം ES ചേർക്കണം. വി ഷുഡ് ആഡ് ES ടു മേക്ക് ഇറ്റ് സിംഗുലർ. Similarly, if a plural verb ends in Y, that Y should be replaced with I and ES are added. ഒരു പ്ലൂറൽ വെർബ് വൈയിലാണ് അവസാനിക്കുന്നതാണെങ്കിൽ ആ വൈ മാറ്റിയിട്ട് നമ്മൾ ഐ ഉപയോഗിച്ച് TS ചേർക്കണം. ഇപ്പോൾ സ്റ്റഡി എന്ന് പറയുന്ന വെർബ് വൈയിലാണ് അവസാനിക്കുന്നത്. അതിൻ്റെ സിംഗുലർ ഉണ്ടാക്കാനായിട്ട് വൈ ചേഞ്ച് ചെയ്തിട്ട് ഐ ഉപയോഗിക്കണം, എന്നിട്ട് TS ചേർക്കണം, സ്റ്റഡീസ് എന്ന് വരും. അപ്പോൾ അതേപോലെ ക്രൈ എന്ന് പറയുന്ന വെർബ് വൈയിലാണ് അവസാനിക്കുന്നത്. അതിൻ്റെ സിംഗുലർ ഉണ്ടാക്കാൻ നമ്മൾ വൈ ചേഞ്ച് ചെയ്ത് ഐ മാറ്റിയിട്ട് ഐ ആക്കിയിട്ട് നമ്മൾ ES ഉപയോഗിക്കണം. ബട്ട് ഈവൻ ദോ എ പ്ലൂറൽ വെർബ് ends in Y, if that Y is preceded with a vowel letter, we need only add S to make it singular. ഒരു പ്ലൂറൽ വെർബ് വൈയിൽ അവസാനിക്കുന്നുവെങ്കിലും വൈയുടെ തൊട്ട് മുമ്പിൽ ഒരു വവൽ ലെറ്റർ വരികയാണെങ്കിൽ, വവൽ ലെറ്റർ അറിയാമല്ലോ, വവൽ ലെറ്റർ AEIOU. ഒരു പ്ലൂറൽ വെർബ് വൈയിൽ അവസാനിക്കുന്നുവെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വവൽ ലെറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാഹസമൊന്നും ചെയ്യേണ്ട. നമ്മൾ വൈ മാറ്റിയിട്ട് ഐ ഉപയോഗിച്ചിട്ട് ES ഒന്നും ചേർക്കേണ്ട. സിംപ്ലി വി ഷുഡ് ആഡ് S അറ്റ് ദി എൻഡ്. ഫോർ എക്സാമ്പിൾ play ends in Y, but that Y is preceded with the vowel letter A, so the singular form is PLAYS. പ്ലേ എന്ന് പറയുന്നത് വൈയിൽ അവസാനിക്കുന്നെങ്കിലും വൈയുടെ തൊട്ട് മുമ്പിൽ എന്താ വന്നിരിക്കുന്നത്, ഒരു വവൽ ലെറ്റർ ആയ A ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്ലേസ് S മാത്രം ചേർത്താൽ മതി. അതുപോലെ പറയുക എന്നുള്ള സേ അവസാനിക്കുന്നതും വൈയിലാണെങ്കിലും വൈയുടെ തൊട്ട് മുമ്പിൽ A എന്ന് പറയുന്ന വവൽ ലെറ്റർ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് S മാത്രം ചേർത്താൽ നമുക്ക് പ്ലൂറൽ വെർബ് കിട്ടും, സിംഗുലർ വെർബ് കിട്ടും. അല്ലാത്ത കേസിൽ എന്താ ചെയ്യേണ്ടുന്നത്, വി ഷുഡ് റീപ്ലേസ് വൈ വിത്ത് ഐ ആൻഡ് ES ആർ ആഡഡ്. അല്ലാത്ത കേസിൽ വൈയിൽ അവസാനിക്കുകയാണെങ്കിൽ വൈയുടെ സ്ഥാനത്ത് നമ്മൾ ഐ ഉപയോഗിച്ചിട്ട് ES ചേർക്കണം. പക്ഷേ വൈയിൽ അവസാനിക്കുന്നെങ്കിലും തൊട്ട് മുമ്പിൽ ഒരു വവൽ ലെറ്റർ വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, സിംപ്ലി വി ഷുഡ് ആഡ് S മാത്രം ചേർത്താൽ മതി. അപ്പോൾ എന്തായാലും ശരി, വി ഷുഡ് റിമെമ്പർ ദാറ്റ് എ സിംഗുലർ വെർബ് കണ്ടെയ്ൻസ് S or ES. ഒരു സിംഗുലർ വെർബാണെന്നുണ്ടെങ്കിൽ ഒരു SO ESO കാണും. ഓർ ദി ലാസ്റ്റ് ലെറ്റർ ഇൻ എ സിംഗുലർ വെർബ് വിൽ ബി S. ഒരു സിംഗുലർ വെർബിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അക്ഷരം S ആയിരിക്കും. SO ESO വരാത്ത സിംഗുലർ വെർബില്ല. ഒരു പോയിൻ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പ്ലൂറൽ വെർബ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, വെർബ് റൂട്ട് ക്രിയാധാതു എടുത്താൽ പ്ലൂറൽ ആയിക്കോളും. നമ്മളിവിടെ പഠിച്ച സിമ്പിൾ പ്രസൻസിലെ 3 കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പം യു അണ്ടർസ്റ്റുഡ് ദി സിംഗുലർ ആൻഡ് പ്ലൂറൽ വെർബ്സ്. അപ്പോൾ സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? S അവസാനിക്കുന്നു, SO ESലും അവസാനിക്കുന്ന വെർബാണ് സിംഗുലർ വെർബ്. നമ്മളത് ഉണ്ടാക്കുന്നത് പ്ലൂറൽ വെർബിലാണെന്നാണ്. പ്ലൂറൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറൽ വെർബ് എന്ന് പറഞ്ഞാൽ യു നീഡ് ഗെറ്റ് സ്കെയ്ഡ്, വെർബ് റൂട്ട് എടുത്താൽ മതി. ഏറ്റവും ചെറിയ രൂപം എടുത്താൽ, വെർബിൻ്റെ ഏറ്റവും താഴ്ന്ന രൂപം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്ലൂറൽ വെർബ് കിട്ടും. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് ഈ ടെൻസിൻ്റെ സിമ്പിൾ പ്രസൻസിൻ്റെ യൂസസ് നോക്കി. ഇറ്റ് ഈസ് ഓഫ് ഇമ്മൻസ് യൂസ് ഇൻ അവർ സ്പോക്കൺ ഇംഗ്ലീഷ്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ടെൻസാണ് ഈ സിമ്പിൾ പ്രസൻറ്റ്. ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ തന്നെ നെഗറ്റീവും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളും പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് സെൻറ്റൻസസ് ഇൻ സിമ്പിൾ പ്രസൻറ്റൻസ്. ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ: നമ്പർ 1, സിമ്പിൾ പ്രസൻറ്റൻസ് ഈസ് യൂസ് ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്സ്. സാർവലൗകികമായ സത്യങ്ങൾ, സാർവജനീനമായ സത്യങ്ങൾ, പെർമനൻ്റ് ട്രൂത്ത്സ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ട്രൂത്ത്സ്. ഈ ശാസ്ത്രീയമായ സത്യങ്ങൾ അല്ലെങ്കിൽ സാർവലൗകികമായ സത്യങ്ങൾ. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത് മീൻസ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ചേഞ്ച് അറ്റ് ഓൾ. ഒരു മാറ്റമില്ലാത്തത്, എന്നും എക്കാലത്ത് ഒരേപോലെ നിൽക്കുന്നതാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സാർവലൗകിക സത്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻറ്റ്. വി ക്യാൻ എക്സ്പ്രസ്
യൂണിവേഴ്സൽ ട്രസ് ഒൺലി വിത്ത് ദി ഹെൽപ്പ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓർമ്മയിൽ സൂക്ഷിക്കണം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സഹായത്താൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സൽ ട്രൂത്ത്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു, അതൊരു സാർവലൗകികമായ സത്യമല്ലേ? ദ സൺ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തു അതിൻ്റെ തരത്തിൽ ഒന്നേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദി അല്ലെങ്കിൽ ദ, രണ്ട് ഉച്ചാരണമുണ്ട്. വവൽ സൗണ്ടിന് മുമ്പിൽ TH വരികയാണെന്നുണ്ടെങ്കിൽ ദിയും, കൺസണൻ്റ് സൗണ്ട്സിന് മുമ്പിൽ TH വരികയാണെങ്കിൽ ദ എന്ന് ഉച്ചാരണം. ദ സൺ ഗീവ്സ് അസ് ലൈറ്റ്. ദ എർത്ത് സിംഗുലറാണ്, അതുകൊണ്ട് തന്നെ സിംഗുലർ റിബ് വേണം. റിവോൾവ്സ് അല്ലെങ്കിൽ മൂവ്സ് റൗണ്ട് ദ സൺ. ദി എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ. വാട്ടർ ബോയിൽസ്. വാട്ടർ സിംഗുലറാണ്, അതുകൊണ്ട് ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഡോഗ് സിംഗുലർ, കുരയ്ക്കുക എന്നുള്ളതിന് ബാർക്കാണല്ലോ. നമ്മൾ പട്ടി അപരിചിതർക്ക് കുരയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഡോഗ് ബാർക്സ് അറ്റ് ദി സ്ട്രേഞ്ചേഴ്സ്. ഷുഗർ ഈസ് സ്വീറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്ത്സ് എക്സ്പ്രസ് ചെയ്യാൻ വി ഡിപ്പെൻഡ് ഓൺ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സിമ്പിൾ പ്രസൻറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഓർ മോസ്റ്റ്ലി യൂസ്ഡ് ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻസ്. ഹാബിച്വൽ ആക്ഷൻസ് മീൻസ് ദി ആക്ഷൻസ് വിച്ച് ഹാവ് ബിക്കം അവർ ഹാബിറ്റ്സ്. നമ്മുടെ ഹാബിറ്റ്സായി മാറിക്കഴിഞ്ഞാൽ ആക്ഷൻസ്, പതിവ് ശീലങ്ങൾ, കൃത്യമായി നമ്മൾ ചെയ്യുന്ന, റെഗുലറായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പതിവ് ശീലങ്ങൾ, എല്ലാ ദിവസമോ എല്ലാ ആഴ്ചയോ എല്ലാ മാസമോ നമ്മളിങ്ങനെ കൃത്യമായി ചെയ്യുന്ന ആ ശീലങ്ങൾ, പതിവ് ശീലങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ അവലംബിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഫോർ എക്സ്പ്രസിങ് ഹാബിച്വൽ ആക്ഷൻസ് വി ഡിപ്പെൻഡ് ഓൺ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉള്ളി ഓർ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ഉള്ളി. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ പതിവ് ശീലങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. വേറെ ടെൻസുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്നു. സബ്ജക്റ്റ് ഐ ആണ്, നമ്മൾ പഠിച്ചു. സബ്ജക്റ്റ് ഐ വരുമ്പോഴത്തേക്ക് പ്ലൂറൽ വെർബാണ് വേണ്ടത്. വായിക്കുക എന്നുള്ളതിന് റീഡാണ്. റീഡിനെ നോക്കി അത് സിംഗുലറാണോ പ്ലൂറലാണോ? അത് ക്രിയാധാതുവാണ്, വെർബ് റൂട്ടാണ്, അതുകൊണ്ട് അത് പ്ലൂറലാണ്. അപ്പം ഐയോട് യോജിക്കും. ഐ റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുന്നു. അവർ എന്നുള്ളത് നമുക്കറിയാമല്ലോ, അതിൻ്റെ പ്രോനൗൺ, അതിൻ്റെ സബ്ജക്റ്റ് ദേ ആണല്ലോ. ദേ എന്ന് പറയുന്നത് പ്ലൂറലല്ലേ? കളിക്കുക എന്നുള്ളത് നമുക്കറിയാം വെർബ് പ്ലേ ആണ്. പ്ലേ എന്ന് പറയുന്നത് പ്ലൂറലാണോ സിംഗുലറാണോ? പ്ലേ എന്ന് പറയുന്നത് വെർബ് റൂട്ടാണ്, അതുകൊണ്ട് തന്നെ അത് പ്ലൂറലാണ്. അപ്പോൾ പ്ലേ യോജിക്കും. ദേ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. അവളെല്ലാ ദിവസവും ഒരു കവിത എഴുതുന്നു. ഷീ സിംഗുലറാണല്ലോ. റൈറ്റാണ് എഴുതുക എന്നുള്ളതിന്. റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിയാധാതുവാണ്, അതുകൊണ്ട് അത് പ്ലൂറലാണ്. നമുക്ക് ഷീയോട് റൈറ്റ് യോജിക്കത്തില്ല. സബ്ജക്റ്റ് ഷീ ആകുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് ഷീ ആണെന്നുണ്ടെങ്കിൽ സിംഗുലറാണ്, അതുകൊണ്ട് നമുക്ക് വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഷീ റൈറ്റ് പ്ലൂറലാണല്ലോ, അതിൻ്റെ സിംഗുലർ EMS മാത്രം ചേർന്നാൽ മതി. റൈറ്റ്സ് എ പോയം എവരി ഡേ. സോഫ goes to temple every day. I visit my friend once a week. We generally talk on politics. I prefer tea to coffee. രാജു അവൻ്റെ സുഹൃത്തും എല്ലാ ദിവസവും ചെസ്സ് കളിക്കുന്നു. രാജു എൻ്റെ ഈസ് ഫ്രണ്ട് പ്ലൂറലാണല്ലോ. കളിക്കുക എന്നുള്ളതിന് പ്ലേ ആണ്. അപ്പോൾ പ്ലേ എന്നുള്ളതിനെ മാറ്റം വരുത്തണോ? പ്ലേ എന്ന് പറയുന്നത് പ്ലൂറലാണോ സിംഗുലറാണോ? പ്ലേ വെർബ് റൂട്ടാണല്ലോ, പ്ലൂറലാണല്ലോ. ഇപ്പോൾ രാജു എൻ്റെ ഈസ് ഫ്രണ്ട് പ്ലേ ചെസ്സ് എവരി ഡേ എന്ന് മതിയല്ലോ, മാറ്റമൊന്നും വരുത്താനല്ലല്ലോ. അവളെല്ലാ ദിവസവും ഒരു പാട്ട് പാടുന്നു. പാടുക എന്നുള്ളതിന് സിംഗ് ആണ്. ഷീ ആണ് സബ്ജക്റ്റ്. ഷീയോട് സിംഗ് ചേരുമോ? സിംഗ് യോജിക്കുമോ? സിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത് വെർബ് റൂട്ടല്ലേ, പ്ലൂറലല്ലേ, അതിൻ്റെ സിംഗുലറല്ലേ വേണ്ടത്? എസ്സൂടെ ആഡ് ചെയ്താലല്ലേ സിംഗുലർ കിട്ടത്തുള്ളൂ. ഷീ സിംഗ്സ് എ സോങ് എവരി ഡേ. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഈ ഹാബിച്വൽ ആക്ഷൻസ് പറയുമ്പോൾ അതിനകത്ത് ചില ഈ ആഡ്വർബുകൾ കാണും. അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ആഡ്വർബുകൾ ജനറലി, യൂഷ്വലി, ഒക്കേഷണലി, റെയർലി, സെൽഡം. അപ്പം ഇങ്ങനെയുള്ള ഈ ആഡ്വർബുകൾ ഏത് ടെൻസിലാണ് വരുന്നത്? ദീസ് ടൈപ്സ് ഓഫ് ആഡ്വേർബ്സ് യൂഷ്വലി അപ്പിയർ ഇൻ
സിമ്പിൾ പ്രസൻറ്റൻസ്. സാധാരണഗതിയിൽ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് ഇങ്ങനെയുള്ള ആഡ്വർബുകൾ വരുന്നത്. അതെന്തിനാണ്? ഹാബിറ്റിനെ കാണിക്കാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് സിമ്പിൾ പ്രസൻറ്റിലാണ് വരുന്നത്. സാധാരണ PSC പരീക്ഷയ്ക്കും അല്ലാതെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കുമൊക്കെ ഇങ്ങനെയുള്ള വാക്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്ത് ജനറലി, യൂഷ്വലി, ഓൾവേസ്, റെയർലി, സെൽഡം ഒക്കെ കണ്ടാൽ യു ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദാറ്റ് സെൻറ്റൻസ് ടു ബി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വേർബ് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് പ്രത്യേകം ഓർമ്മയിൽ സൂക്ഷിക്കുക. Now let us see some more examples. കുട്ടി എല്ലാ ദിവസവും ചൈൽഡ് ക്രൈസ് എവരി ഡേ. മൈ മദർ ബീറ്റ്സ് മീ എവരി ഡേ. മൈ ഫാദർ അഡ്വൈസസ് മീ എവരി ഡേ. ഐ റീഡ് എ നോവൽ എവരി ഡേ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് എല്ലാം സിമ്പിൾ പ്രസൻറ്റൻസിലാണ് സാധാരണ വരുന്നത്. ഇനി സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ വേറൊരു യൂസ്, സിമ്പിൾ പ്രസൻറ്റൻസ് ഈസ് ഓൾസോ യൂസ് ടു എക്സ്പ്രസ് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന മാറ്റമൊന്നുമില്ലാത്ത പ്ലാൻ ചെയ്തിരിക്കുന്ന ഫ്യൂച്ചർ ആക്ഷൻസിനെ കാണിക്കാനും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റൻസ് ഈസ് ഓൾസോ യൂസ് ടു എക്സ്പ്രസ് ഓർ ഷോ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. പ്ലാൻ ചെയ്തിരിക്കുന്ന മാറ്റമൊന്നുമില്ലാത്ത ഫ്യൂച്ചർ ആക്ഷൻസിനെ കാണിക്കാനും നമുക്ക് ഈ പ്രസൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കാം. വി ഗോ ടു ദി മൂവീസ് ദിസ് ഈവനിങ്, പ്ലാൻഡ് ആക്ഷനാണ്. ഐ ഗോ ടു ചെന്നൈ ടുമാറോ, പ്ലാൻഡ് ആക്ഷനാണ്. മൈ ഫ്രണ്ട് വിസിറ്റ്സ് മീ ടുമാറോ, അതും പ്ലാൻഡ് ആക്ഷനാണ്. അങ്ങനെ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാനും വേണമെങ്കിൽ നമുക്ക് ഈ സിമ്പിൾ പ്രസൻറ്റ് തന്നെ, സിമ്പിൾ ഫ്യൂച്ചർ അല്ല, സിമ്പിൾ പ്രസൻറ്റ് തന്നെ ഉപയോഗിക്കാം. ഇനി സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ നറേഷൻസ്. കഥകളോ അല്ലെങ്കിൽ സിനിമയോ ഒക്കെ അത് വർണ്ണിക്കുന്നതിന് ഉപയോഗിക്കാം. വർണ്ണനകൾക്കും നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, വെൻ ദി ഫിലിം ബിഗിൻസ്, ഇന്നസെൻറ്റ് അപ്പിയേഴ്സ് ഓൺ ദി സീൻ, ഹീ കോൾസ് ഔട്ട് ഹിസ് സെർവൻസ്. അങ്ങനെ നമ്മളൊരു സിനിമയുടെ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം നറേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒരു അനിക്ഡോട്ട്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വർണ്ണിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഓഫ് ഇമ്മൻസ് യൂസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഐറ്റം ഈസ് the negative sentence of simple present tense. Okay, let us meet soon.